So good evening. It's almost 1 week. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square ആണ്. പിന്നെ ഒരു പി ക്യു എന്ന് പറയുന്ന ലൈനിനെ m/n എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് R ആണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് R എന്ന് പറയുന്നത് mx2 plus nx1 by m plus n ആണ്. And my2 plus ny1 by m plus n and x and y coordinates. P യുടെ കോർഡിനേറ്റ്സ് x1 y1, q ന്റെ കോർഡിനേറ്റ്സ് x2 y2 ആയിരിക്കും ആണെങ്കിൽ. Then midpoint of PQ എന്ന് പറയുന്നത് x1 plus x2 by 2 y1 plus y2 by 2 ആയിരിക്കും midpoint. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 is x1 y1, x2 y2 ആൻഡ് x3 y3 ആണ് കോർഡിനേറ്റ്സ് എങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y. അതിങ്ങനെ ഇവിടെ x1 പിന്നെ ഇവിടെ 2 3 ഇത് അകത്ത് y ആണ്. പിന്നെ x1 എന്നുള്ളത് x2 ആവും, y2 എന്നുള്ളത് y3 ആവും, y3 എന്നുള്ളത് y1 ആവും. ഇങ്ങനെ സൈക്ലിക് ആയിട്ട് വരും എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പൊ അത്രയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങൾ സ്ലോപ്പ് ഓഫ് എ ലൈൻ ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ ഓഫ് ദി ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ടാൻ തീറ്റ, എന്താണ് ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ തീറ്റ ആ ഇൻക്ലിനേഷന്റെ ടാൻ ഓഫ് ദാറ്റ് ആംഗിൾ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എം എന്നാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക. എക്സ് ആക്സിസിന്റെ സ്ലോപ്പ്, അതായത് എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് 0 ആണ്, ടാൻ 0 is 0. വൈ ആക്സിസിന്റെ സ്ലോപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, ബിക്കോസ് ടാൻ 90 is not defined. പിന്നെ നമ്മൾ 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കാണാൻ പഠിച്ചിരുന്നു. എന്താണ് സ്ലോപ്പ് ഈക്വൽ ടു അല്ലെങ്കിൽ എം ഈക്വൽ ടു y2 minus y1 by x2 minus x1 ആണ്. Then angle between two lines അല്ലെങ്കിൽ condition for parallelism and perpendicularism, m1 equals m2 ആണെങ്കിൽ lines are parallel, and m1 m2 equal to -1 ആണെങ്കിൽ lines mutually perpendicular ആയിരിക്കും. Then angle between two lines tan theta എന്ന് പറയുന്നത് m2 minus m1 by 1 plus m1 m2 ആണ് modulus of this value. ഓക്കെ, അത്രയും കഴിഞ്ഞു. പിന്നെ നമ്മൾ കൊളീനിയാരിറ്റി പറഞ്ഞിരുന്നു. കൊളീനിയാരിറ്റിയും ഈ പാരലലിസവും ഒരുപോലെയാണ്. 3 പോയിന്റുകൾ കൊളീനിയർ ആണ് എന്ന് കാണിക്കണമെങ്കിൽ you find the slope of AB and BC, അല്ലെങ്കിൽ AB and AC, അല്ലെങ്കിൽ എന്താണ് AC and സെയിം ആണ് അല്ലേ? അങ്ങനെ AC and BC, AC and BC, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ 2 ലൈൻസ്, ഒരു പോയിന്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഏതെങ്കിലുമൊക്കെ 2 ലൈൻസ് ആക്കി അതിന്റെ സ്ലോപ്പുകൾ കാണുക. അവര് ഈക്വൽ ആണെങ്കിൽ യു കെൻ സേ ദേ ആർ കൊളീനിയർ. പിന്നെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്?
mainly. Then we came to equations of lines. Horizontal line in the equation. Horizontal lines and vertical lines. X-axis in a parallel lines and y equal to a. Y-axis in a parallel line and x equal to a or b, whatever. I don't know. Then നമ്മൾ ലൈൻ ഫോം ചെയ്യുന്ന പോയിന്റ് സ്ലോപ്പ് ഫോം, ഒരു പോയിന്റും ഒരു സ്ലോപ്പും അതിന്റെ സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണാം? ഇക്വേഷൻ ഓഫ് ദ ലൈൻ y മൈനസ് y1 ഈക്വൽസ് y1 അല്ല y0 എന്നായിരിക്കാം നമ്മൾ പറഞ്ഞിരുന്നത് m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പൊ എക്സ് നോട്ട് y0 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പോകുന്നതും സ്ലോപ്പ് m ആയതുമായ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ 2 പോയിന്റ് ഫോം അതിലേക്ക് വന്നു. 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണും? അതിലേതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഇപ്പൊ 2 പോയിന്റ് x1 y1 x2 y2 ആണെന്ന് വിചാരിക്കുക. സോ y മൈനസ് y1 ഓർ y2 വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. y മൈനസ് y1 ഈക്വൽസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. 2 പോയിന്റ് തന്നാൽ അതിന്റെ സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പൊ ഇത് തന്നെയാണ് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഈ 2 പോയിന്റ് വെച്ച് കണ്ടുപിടിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. അപ്പൊ ഇനി അടുത്തത് പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറയാത്തതിലേക്ക് കയറുകയാണ്. അടുത്തത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് തന്നിരിക്കും. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്നാണ്. ഇതാണെങ്കിൽ ഇത് y ആക്സിസ് ആണ്. ദിസ് ഇസ് y, ദിസ് ഇസ് x. അപ്പൊ ഒരു ലൈൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരു y ഇന്റർസെപ്റ്റ് ആണ് തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. y ആക്സിസിനെ എവിടെ ടച്ച് ചെയ്യുന്നു അതാണ് y ഇന്റർസെപ്റ്റ്. അപ്പൊ ഒരു ലൈനിന് y ഇന്റർസെപ്റ്റും ഉണ്ടാകാം, x ഇന്റർസെപ്റ്റും ഉണ്ടാകാം. x ആക്സിസിനെയാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ഇത് x ഇന്റർസെപ്റ്റ് ആണ് ഈ പോയിന്റ്. എവിടെ ആക്സിസിനെ ടച്ച് ചെയ്യുന്നു അതിനാണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു കേസ് കൺസിഡർ ചെയ്താൽ നമ്മൾ y ഇന്റർസെപ്റ്റ് എടുക്കുകയാണ്. ഒരു ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ലൈൻ ഗോസ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഇസ് ദ y ഇന്റർസെപ്റ്റ്. അപ്പൊ ഈ ഒറിജിനിൽ നിന്ന് ഇതാണ് ഒറിജിനിൽ നിന്ന് c ഡിസ്റ്റൻസിലാണ് ഈ ലൈൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0 c ആയിരിക്കും. ഇത് y ആക്സിസിലുള്ള പോയിന്റ് ആയതുകൊണ്ട് ഇതിന്റെ x കോർഡിനേറ്റ് 0 ആണ്. ഇത് c ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ y കോർഡിനേറ്റ് c ആണ്. ഇതിന്റെ സ്ലോപ്പ് m എന്ന് തന്നിട്ടുമുണ്ട്. അപ്പൊ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ്? y മൈനസ് y0, അതായത് c. നമ്മളുടെ ഇക്വേഷൻ y മൈനസ് y0 ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് x0 എന്നാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ 0 സിയിൽ കൂടി പോകുന്നതും സ്ലോപ്പ് m ആയതുമായ ലൈനിന്റെ ഇക്വേഷൻ y മൈനസ് c ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് 0. ദാറ്റ് ഇസ് y ഈക്വൽ ടു mx പ്ലസ് c. ഇതാണ് y ഇന്റർസെപ്റ്റ് c ആണെങ്കിൽ സീറോ സി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ y ഇന്റർസെപ്റ്റ് c ആണെന്നാണ് അതിന്റെ അർത്ഥം. y ഇന്റർസെപ്റ്റ് c ആണെങ്കിൽ സ്ലോപ്പ് m ആണെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു mx പ്ലസ് c ആയി. ഇനി എക്സ് ഇന്റർസെപ്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ പോയിന്റ് ആണ് എക്സ് ഇന്റർസെപ്റ്റ്, എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് എന്തായിരിക്കും? ദിസ് വിൽ ബി, ഈ ഡിസ്റ്റൻസ് d ആണെങ്കിൽ d0 എന്നായിരിക്കും ഇതിന്റെ ഇക്വേഷൻ പോയിന്റ് വരിക. ഓഫ് കോഴ്സ് സ്ലോപ്പ് m ആണെന്ന് വിചാരിക്കുക. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ലൈനിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y0 ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് x0 ആണ്. അപ്പൊ y മൈനസ് ഇവിടെ y0 എന്ന് പറയുന്നത് 0 ആണ്, ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് d. or y equal to m into x minus d.
ഇതാണ് എക്സ് ഇന്റർസെപ്റ്റിൽ കൂടി പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ. എക്സ് ഇന്റർസെപ്റ്റ് ഡി ആണെങ്കിൽ D0 ആണെങ്കിൽ D0യിൽ കൂടി പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ വിത്ത് സ്ലോപ്പ് പി എം എന്ന് പറയുന്നത് y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി ആണ്. അപ്പോൾ വിൽ ഡു സം പ്രോബ്ലംസ്. Write the equation of the line for which tan theta equal to 1/2, where theta is the inclination of the line, and y-intercept is minus 3/2, x-intercept is 4. രണ്ട് ഇക്വേഷൻസ് കാണണം. Tan theta 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. Then what is the equation of the line with y-intercept minus 3/2? അപ്പോൾ y equals mx plus c, അതാണ് y-intercepറ്റിൽ കൂടി പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ. സോ ഇവിടെ m എന്ന് പറയുന്നത് 1/2 ആണ്, c എന്ന് പറയുന്നത് minus 3/2 ആണ്. So y equal to 1/2x minus 3/2. Or you can say 2y equals x minus 3. Or you can write this as x minus 2y minus 3 equal to 0. ഈ വൈയും കൂടെ ഇപ്പുറത്തേക്ക് 2y കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. ഇനി ഈ ഒരു ഫോം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാത്ത പോലെ y ഇന്റർസെപ്റ്റ് മൈനസ് 3/2 ആണെന്ന് പറയുമ്പോൾ 0.0 മൈനസ് 3/2 ആണെന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് മറ്റേ ഫോർമുലയിൽ കൊടുത്താൽ മതി y മൈനസ് y0 ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് x0. y മൈനസ് മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ മൈനസ് 3/2 ഈക്വൽസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് 0. So y plus 3/2 equals 1/2x. അപ്പൊ ഞാൻ എല്ലാവരെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 2y plus 3 equals x. ഈ രണ്ട് ടേം അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. x minus 2y minus 3 equal to 0. It's the same as this. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. y equal to mx plus c ഓർത്തിരിക്കാന്നുണ്ടെങ്കിൽ that is much more better. ഇനി അതിനകത്ത് എക്സ് ഇന്റർസെപ്റ്റ് 4 ആണെങ്കിൽ എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് 4 ആണെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. എക്സ് ഇന്റർസെപ്റ്റ് 4 ആണെങ്കിൽ പോയിന്റ് 40 ആണ്. എം എന്ന് പറയുന്നത് 1/2 ആണ്. സോ y മൈനസ് 4 ഈക്വൽസ് 1/2 എക്സ് ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് മൈനസ് 0. സോ y മൈനസ് 4 ഈക്വൽസ് x/2. 2y minus 8 equals x, or x minus 2y plus 8 equal to sorry, 35. ഇത് x0 അല്ല. അപ്പൊ y minus 0 equals 1/2 x minus 4. അപ്പൊ 2y equals x minus 4, x minus 2y minus 4 equal to 0. അതിൽ എക്സ് ഇന്റർസെപ്റ്റിന്റെ ഫോം ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി എന്നായിരുന്നു. അപ്പൊ y ഈക്വൽസ് m ഇൻറ്റു m is 1/2 x minus 4. So 2y equal to x minus 4. See, both are same. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. That is then another one. ഇപ്പം പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലത് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ പഠിച്ചതെല്ലാം ചെയ്തിട്ടായിരിക്കും പലപ്പോഴും പ്രോബ്ലം വരിക കേട്ടോ. The vertices of triangle PQR is P21, Q minus 23, R 4, 5. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. Find the
find equation of the median through the vertex R. So നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. PQR. ഓക്കെ, പി എന്ന് പറയുന്നത് 2 1 ആണ്, Q എന്ന് പറയുന്നത് -2 3 ആണ്, ആൻഡ് R is 4 5. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിളിന്റെ നടുക്കൂടെ പോകുന്ന ലൈനാണ്. ആംഗിളിന്റെ നടുക്കൂടെ പോകുന്ന ലൈൻ. ദിസ് ഇസ് ദ മീഡിയൻ. ഓക്കെ, അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ എന്താണ്? 3 വെർട്ടീസസ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് x1 y1 x2 y2 x3 y3 ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് x1 plus x2 plus x3 by 3 y1 plus y2 plus y3 by 3 ആണ്. ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു വയ്ക്കുക, കാണാതെ പഠിച്ചു വയ്ക്കുക. മീഡിയന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഇൻ ദിസ് കേസ് എന്താണ്? 2 plus -2 plus 4 by 3, then 1 plus 3 plus 5 by 3. That is 4 by 3. 5 3 8 9 3. ഇതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മീഡിയൻ ആണ്. Then find the, ഇതാണ് ക്വസ്റ്റ്യൻ, find the equation of the median through the vertex R. ആറിൽ കൂടി പോകുന്ന മീഡിയന്റെ ഇക്വേഷൻ. അപ്പൊ മീഡിയന്റെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് 4 by 3 3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ആൻഡ് 4 5 R എന്ന് പറയുന്നത് ദിസ് ഇസ് R ആൻഡ് ദിസ് ഇസ് മീഡിയൻ. അപ്പൊ 2 പോയിന്റ് ആയി. 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ 2 പോയിന്റിൽ കൂടി പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. എന്താണ്? y minus y1 equals y2 minus y1 by x2 minus x1 into x minus x1. So I can take this as y minus 3 equals y2, that is 5 minus 3 by 4 minus 4 by 3 into x minus 4 by 3. Okay, so this is equal to 2 by 12 minus 8 4 12 minus 4 by 3 into ഇവിടെ ഒരു LCM എടുത്താൽ ഇത് 3x minus 4 by 3 ആണ്. This is equal to ഈ 3 മുകളിൽ വരും 6 by 8, 3x minus 4 by 3, 3 വെട്ടി 2 വെട്ടി ഇവിടെ 4 ആയി. So you have y minus 3 equals 3x minus 4 by 4. So 4y minus 12 equals 3x minus 4. 4y minus 3x. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ +4 ആയി. അപ്പം -8 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഓർ യു ക്യാൻ റൈറ്റ് തിരിച്ച് 3xന്റെ സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ 3x minus 4y plus 8 equal to 0. So in either case you can write. Okay. അപ്പൊ 2 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുക. Then another question, equation of the line. Equation of line passing through -3 5 and perpendicular to line through the points 2 5 and -3 6.
അപ്പൊ -3 5 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പോകുന്നതും ഈ രണ്ട് ലൈനുകൾ കണക്ട് ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയതുമായ ലൈനിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ ആദ്യം ഈ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ കണക്ട് ചെയ്യുന്ന ലൈൻ ആദ്യം കണ്ടുപിടിക്കുക. അതെന്താണ്? y മൈനസ് y1 ഈക്വൽസ് y2 മൈനസ് y1. ലൈൻ വേണ്ട, നമുക്ക് സ്ലോപ്പ് മതി ആക്ച്വലി. സ്ലോപ്പ് ഓഫ് ലൈൻ connecting 2 5 and -3 6. എന്താണ്? y2 minus y1 by x2 minus x1. Known as 6 minus 5 by -3 minus 2. 1 by -5. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ എന്തായിരിക്കും? അത് ഇതിന് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ നമുക്ക് വേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 by -1/5 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ. അപ്പൊ സ്ലോപ്പ് 5 ആണ്. ആൻഡ് പോയിന്റ് എന്താണ്? -3 5. എം എന്ന് പറയുന്നത് 5 ആണ്. പോയിന്റ് -3 5. So equation of line is y minus 5 equals 5 into x minus -3. So x plus 3. Y minus 5 equals 5x plus 15 or 5x minus y plus 10 equal to sorry 20. 15 ഇത് അപ്പുറത്ത് വരുമ്പോൾ +5 ആയി. plus 20 equal to 0. So അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഇന്റർസെപ്റ്റ് ഫോം മുമ്പേ നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് തന്നാൽ അല്ലെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് തന്നാൽ എങ്ങനെ ഇക്വേഷൻ കാണാം എന്ന് പറഞ്ഞു. ഇത് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് ഉണ്ട്, ഇത് എക്സ് ഇന്റർസെപ്റ്റ്, ഇത് വൈ ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്, വൈ ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി A0. ഈ ഡിസ്റ്റൻസ് ബി ആണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0B ആയിരിക്കും. വൈ ആക്സിസിലെ പോയിന്റ് ആണ്. ഈ A0 എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പൊ രണ്ട് പോയിന്റ് ഉണ്ട്. ഉടനെ 2 പോയിന്റ് ഫോമിൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താണ്? y മൈനസ് y0 ഈക്വൽസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. അപ്പൊ y മൈനസ് ആദ്യത്തെ പോയിന്റ് ഏതാണ്? A0 ആൻഡ് 0B. അപ്പൊ y മൈനസ് 0 ഈക്വൽസ് b മൈനസ് 0 ബൈ 0 minus a into x minus a. So y equal to b by minus a into x minus a. അപ്പൊ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. -ay equals bx minus ab. So I am writing this as bx plus ay equal to ab. ab ഇപ്പുറത്തേക്ക് വന്നു, ഈ -ay ഇപ്പുറത്തേക്ക് വന്നു. ഇനി ഞാൻ ഈ ഇക്വേഷനെ ab കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഐ എം ഡിവൈഡിങ് ഓൾ ദ ടേംസ് വിത്ത് ab. സോ bx by ab plus ay by ab equal to ab by ab. ab by ab എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ a വെട്ടിപ്പോയി, ഇവിടെ b വെട്ടിപ്പോയി. സോ യു ഹാവ് x by a plus y by b equal to 1. അപ്പൊ ഈ എയും ബിയും എന്താണ്? എ എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x by a plus y by b equal to 1 എന്നായിരിക്കും.
അത് നമുക്ക് മറ്റേ പോലെ y ഈക്വൽ ടു mx പ്ലസ് സി എന്നൊക്കെ പറയുന്ന ഫോമിൽ എഴുതി കൊണ്ടുവരാം. അപ്പൊ തുടക്കം ഇങ്ങനെയാണ്, ഇന്റർസെപ്റ്റുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ സപ്പോസ് യു ആർ ഗിവൺ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് മേക്സ് ഇന്റർസെപ്റ്റ്സ് -3 ആൻഡ് 2 ഓൺ എക്സ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് എക്സ് ഇന്റർസെപ്റ്റ് -3ഉം y intercept 2 so easily you can write x by -3 plus y by 2 equal to 1. ഇതാണ് തുടക്കം. ഇനി നമുക്ക് അതിന് റീറൈറ്റ് ചെയ്യാം. LCM കാണാം. -6 ആണ് LCM വരിക. അപ്പൊ ഇത് 2x -3y by -6 equal to 1, or you can write 2x -3y equal to -6, or 2x -3y plus 6 equal to 0 എന്ന് കൊടുക്കാം. അതുപോലെ equation of a line that cuts off equal intercepts on the coordinates axis and passes through the point 2, 3. Equal intercepts, equation of the line that cuts off equal intercepts on the coordinates. Interceptuകൾ equal ആണ്. അതുപോലെ that passes through the point 2, 3. 2, 3ൽ കൂടി പോകുന്ന ആക്സിസിൽ ഈക്വൽ ഇന്റർസെപ്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഇന്റർസെപ്റ്റ്സ് ആണെങ്കിൽ ഇക്വേഷൻ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് x/a plus y/b equal to 1 ആണ്. ഇവിടെ ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ a equal to b ആണ്. സോ യു ക്യാൻ റൈറ്റ് x/a plus y/a equal to 1. That is x plus y equal to a. ഇനി a കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ആയി. അപ്പൊ എ കണ്ടുപിടിക്കാനാണ് ഈ ദിസ് പാസസ് ത്രൂ 2, 3 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലൈനിലെ ഏത് കോർഡിനേറ്റും ആ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇത് 2, 3ൽ കൂടി പോകുന്നെന്ന് പറഞ്ഞാൽ x2ഉം y3യുമാണ്. അപ്പൊ x2ഉം y3യും കൊടുക്കുമ്പോൾ a എന്താണ്? a equal to 5. അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് x plus y, ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയത്. അതിൽ എയുടെ വാല്യൂ കണ്ടു. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ലൈൻ ആയിരിക്കും ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ഉള്ളതും 2, 3ൽ കൂടി പോകുന്നതുമായ ലൈൻ. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഞാൻ നോട്ടിൽ ചെയ്തിട്ടേക്കാം. അത് ഏതാണ്ട് സിമിലർ ആണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.